ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് സുഖമല്ല എല്ലാവർക്കും? അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ ഒരു വണ്ടർഫുൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിൽ വരാൻ പോണത്. എന്താണെന്നറിയോ? നെയ്ച്ചോറ് കഴിക്കുന്ന ആൾക്കാരല്ലേ? അപ്പം നെയ്ച്ചോറിൻ്റെ കൂടെ ബീഫും കൂടി ആയാലോ? ചോറും ബീഫും കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ട് ഉണ്ട്. എവിടെയാ അറിയാം? നെയ്ച്ചോറ് കട അൽ കിസൈസ് മൊയ്സിന 4-ൽ. അപ്പോൾ അതിൻ്റെ മുന്നിലാണ് ഞാനുള്ളത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ പലതരം കോംബോകളുണ്ട്. നെയ്ച്ചോറിൻ്റെ കൂടെ ചിക്കനിൽ ബീഫിൽ പിന്നെ സീ ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ പല കോംബോകളുണ്ട്. അത് ഓരോന്നായി നിങ്ങളെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താം. അപ്പൊ നമുക്ക് പോവാം. കമാൺ. ഇവിടെ ഫുള്ള് ലൈവ് ഫിഷാണ്. നമുക്ക് ഏത് ഫിഷ്, അത് മാന്തൾ മുതൽ ആവോലി, കിങ് ഫിഷ്, പിന്നെ കരിമീന്, അയില, നെത്തോലി, കൂന്തൾ, അങ്ങനെ പല ലൈവായിട്ട് ഇവർ നമുക്ക് മസാല, അതായത് തവയായാലും ഗ്രില്ലായാലും പലതും നമുക്ക് ലൈവായിട്ട് ചെയ്തു തരും. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ടേസ്റ്റായി. ഒക്കെ ലൈവ് സാധനങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പം മലബാറിലെ വൺ ഓഫ് ദ ഹൈലൈറ്റ് ആണ് പുയ്യാപ്ല സർക്കാർ നെയ്ച്ചോറ് കടയിലെ ലിബിൻ ഷെഫാണ് നമുക്ക് അത് ഉണ്ടാക്കി തരുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ട എന്തൊക്കെയാണ് അതിന്റെ സെറ്റും കാര്യങ്ങളൊക്കെ ലിബിൻ ബ്രോ ഒന്ന് പറയുന്നതായിരിക്കും. അപ്പൊ ലിബിൻ ബ്രോ, ഇതിലേക്ക് എന്തൊക്കെയാണ് വരുന്നത്? നമുക്കിപ്പോ ഇതിലേക്ക് ഒരു കൂന്തൽ മുളകടിച്ചതിന്റെ ചെറിയുള്ളി തവയുണ്ട്, കരിമീന്റെ ചെറിയുള്ളി തവ, ഓക്കെ, ചെമ്മീന്റെ കാന്താരി മുളക് പെരട്ടിയത്. ഓക്കെ, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ ടേബിളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഷെഫിന്റെ പരിപാടിയൊക്കെ തീർത്തോട്ടെ. അപ്പൊ നമുക്ക് വീഡിയോ എൻഡിൽ കാണാം. ഓക്കെ, നെയ്ച്ചോറ് കടയില് അടിച്ച പൊറോട്ട വേണമെങ്കിൽ ഇതാ ലൈവായിട്ട് അടിക്കണ പൊറോട്ട. ഇതങ്ങനെ പൊപ്പളാച്ചി സാധനമാണ്, അടിച്ച് തീ പാറുന്ന സാധനമാണ്. ആഹാ, നല്ല നൂല് മാതിരി ഉണ്ട്. അപ്പം പൊറാട്ടയും ബീഫും ട്രൈ ചെയ്യണമെങ്കിൽ നെയ്ച്ചോറ് കടയിലേക്ക് വേഗം പോകുന്നോളി മക്കളെ, ഒരു രക്ഷയില്ല. അക്കാര സെറ്റിലേക്കുള്ള നെയ്ച്ചോറ് ഓൾറെഡി ഇതിലിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ കരിമീന്റെ ചെറിയുള്ളി തവ, ഓക്കെ, പോന്നോട്ടെ. ക്രീമി മസാല കണ്ടോ? ഓക്കെ, നല്ല പ്രോൺസിൽ വരുന്ന ഒരു ഐറ്റാണ് കാന്താരി പെരട്ട്. നല്ല വലിയ ടൈഗർ പ്രോൺസ് ആട്ടോ. അയ്യോ, അടിപൊളി. ഓക്കെ, ഇതിലും ആ ക്രീമി മസാല തന്നെയല്ലേ വരുന്നത്? ഓക്കെ, അടുത്ത മൂന്നാമത്തെ സീ ഫുഡ് അല്ലെങ്കിൽ ഇതിലേക്ക് നെയ്ച്ചോറിന്റെ സെറ്റിലേക്ക് വരുന്നത് കൂന്തളിന്റെ മുളക് ഇടിച്ചത്. ഓക്കെ, ആ സെറ്റിലേക്ക് വരുന്ന വേറൊരു ഐറ്റാണ് നാടൻ ബീഫ് ഫ്രൈ. അതിലേക്ക് നെയ്ച്ചോറിന് ആ സെറ്റിലേക്ക് വരുന്ന വേറൊരു ഐറ്റാണ് 65 ചിക്കൻ. നല്ല മുരുമുരാന്നുള്ള ചിക്കൻ 65 ആണ് കണ്ടോ. മാന്തൾ വൈറ്റ് പെപ്പർ, അതായത് നമ്മൾ കഴിക്കാത്ത ഒരു സാധനമാണ് മാന്തൾ വൈറ്റ് പെപ്പറിൽ. നല്ല ക്രീമി സാധനമാണ്. ഒരു നല്ല, അതായത് സ്പൈസി അല്ല, ഒരു മീഡിയം സ്പൈസിയാണ്. ക്രീമി ജ്യൂസി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു മെയിൻ സാധനമാണ്, അതും മാന്തളിൽ. ഓക്കെ, അപ്പൊ അതൊരു അടിപൊളി സാധനമായിരിക്കും. കഴിച്ചു നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇന്ന് ഒരു പുയ്യാപ്പിളേൻ്റെ കല്യാണമാണ്. അതിനുള്ള സൽക്കാരത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. നമ്മളെ ഇലയൊക്കെ വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നോരോന്നായി സാധനങ്ങൾ വരുന്നത്. അപ്പോൾ നോട്ടെ, ആ കച്ചമ്പർ വന്ന് അയവ നല്ല തേങ്ങാ ചമ്മന്തിയാണ്, ബീട്രൂട്ട് അച്ചാറുള്ളത്. അയവ പൊപ്പളാപ്പി സാധനം. അയവ അച്ചാറിന് നാരങ്ങ തന്നെ വേണം, അതാണ് കിഡിലോസ്കി സാധനം. ഹൈലൈറ്റ് സാധനം വന്നിട്ടുണ്ട്. മീന്, ബീഫ്, ചിക്കന് എല്ലാം അടങ്ങിയിട്ടുള്ള ഫുള്ള് സെറ്റാണ്. ഇതിൻ്റെ കൂടെ ഇനി വരാനുള്ള രണ്ടായിട്ടാണ്. ഒന്ന് ബീഫ് കറിയും അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ കറിയും. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സ്പെഷ്യൽ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, മാന്തളിൻ്റെ. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, ആ സെയിം സാധനമാണ്. ഓക്കെ, ഇത് നമ്മളെ ദോസ്തല്ല, ഇവിടുത്തെ മെയിൻ ഷെഫാണ് ലിബിൻ ബ്രോ. ഓക്കെ, അതായത് നെയ്ച്ചോറ് കടൻ്റെ മെയിൻ കുക്കാണ്. നമ്മളെ ഒരു ബ്രദർ മാതിരിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡൊന്ന് കഴിക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കൂടെ വന്നിരുന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ആള് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ അതുപോലെ തന്നെ സാധനങ്ങൾ ഇവിടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത ഫുള്ള് സാധനങ്ങൾ അടിപൊളി സാധനങ്ങളാണ്. അപ്പോൾ ഓരോന്നോരോന്നായി ഞാൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താം. ബീഫ് നാടൻ ഫ്രൈ, അതിൻ്റെ കൂടെ തന്നെ 2 കറികളും പപ്പടം അടങ്ങിയ സാധനമാണ്. അതായത് പുയ്യാപ്പിള സൽക്കാരം, നമ്മളെ മലബാർ സൈഡിലേക്ക് കിട്ടുന്ന സൽക്കാരാണ്. ഓക്കെ, കല്യാണത്തിനൊക്കെ വരുന്ന അതേ ടൈപ്പ് സൽക്കാര ഫുഡാണിത്. ഓക്കെ, പുയ്യാപ്പിള സൽക്കാരത്തിൽ ബീഫിനും അതായത് ഫിഷിൻ്റെ 3 ഐറ്റങ്ങൾ വരുന്നുണ്ട്. അതിന് പുറമെ ഒരു ബീഫിൻ്റെ. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല ചിക്കൻ കറി, നല്ല നാടൻ ചിക്കൻ കറി ഇതിലേക്ക് കിട്ടുന്നു. പൊതുവെ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയാണോ ബീഫ് കറിയാണോ കൂടുതൽ? നെയ്ച്ചോറിൻ്റെ കൂടെ ആർക്കും പറഞ്ഞു തരുന്നല്ലോ. നെയ്ച്ചോറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ബീഫാണ്. അതിന് വേറെ മാറ്റി വെക്കാൻ വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, ഓ, നല്ല നാടൻ ചിക്കൻ കറി കേട്ടോ. ഇതിൽ വറുത്തരച്ച കറിയാ, നല്ല വറുത്തരച്ച കറിയാണ്. ആ നല്ല വറുത്തരച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ചിക്കനൊക്കെ കണ്ടോ,
നല്ല ചിക്കനിലേക്ക് കറക്റ്റ് പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ. ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ബീട്രൂട്ട് അച്ചാർ, കുറച്ച് കച്ചമ്പർ, കുറച്ച് ചമ്മന്തി, നല്ല നാടൻ തേങ്ങ ചമ്മന്തി. അതിൻ്റെ കൂടെ നാരങ്ങച്ചാർ ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നാരങ്ങച്ചാർ കൂട്ടിയാൽ അതിൻ്റെ ആ ഒരു ഫുള്ള് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പിടുത്തങ്ങ് പിടിക്കാം. അടിപൊളി കേട്ടോ, ഞാൻ വെറുതെ പറയില്ല. ചിക്കൻ കറി അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ബീഫിൻ്റെ നമ്മളെ ഫ്രണ്ട് രാജേഷ് ബ്രോ ട്രൈ ചെയ്തിട്ട് പറയും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഐറ്റങ്ങൾ ഈ സൽക്കാരത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് നല്ല ടൈഗർ പ്രോൺസ് കറി പെരട്ട്. ഓക്കെ, നല്ല ക്ലീൻ ചെയ്ത നല്ല പ്രോൺസ്, ടൈഗർ പ്രോൺസ് ആണിത്. ക്രീമി നല്ല തേങ്ങാപ്പാൽ ഫ്ലേവറിൽ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നല്ല ക്ലീൻ ചെയ്ത് ഫ്രഷ് സാധനങ്ങളാട്ടോ ഇവിടെ ഫിഷൊക്കെ വരുന്നത്. നിങ്ങൾ എവിടെ നിന്ന് എടുക്കുന്ന ഫിഷൊക്കെ? ഡയറക്റ്റ് പോയി എടുക്കുന്നതാണ്. ഈ ചെമ്മീൻ മാത്രമായിട്ട് കഴിക്കാം, ഇതിൻ്റെ കുറച്ച് ആ ഒരു മസാലയിൽ കൂട്ടിയിട്ട് കഴിക്കാം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ആ കാന്താരിൻ്റെ ആ പച്ച മസാലേൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് കിട്ടും. അടുത്തൊരു ഹൈലൈറ്റ് സാധനമാണ്. ഇതിൽ കുറേ ഐറ്റം ഉള്ളതിനോണ്ട് പ്ലേറ്റ് തിരിക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ കൂന്തളിൻ്റെ അടുത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കൂന്തൾ മുളകിടിച്ചത്, ചമ്മന്തി അടിച്ചതല്ല, മുളകിടിച്ച കൂന്തളിൻ്റെ സാധനം. ഓക്കെ, ഇത് മറ്റേ നമ്മൾ ഇവിടെ കഞ്ഞിക്കടയിൽ ട്രൈ ചെയ്തില്ലേ ഒരു തായ് പ്രോൺസ്, ആ ഒരു സിമിലർ ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. കഞ്ഞിക്കട എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ റെസ്റ്റോറൻ്റ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇതിൽ വരുന്നതാണ്. അവിടുത്തെ ഗുരുനാഥൻ, അതായത് അവിടുത്തെ വിഷ്ണു ഷെഫിൻ്റെ ഗുരുനാഥനാണ് ഈ ലിബിൻ ഷെഫ്. അപ്പം ഷെഫിൻ്റെ ആശാൻ്റെ ചെറിയൊരു ഇത് അവിടെയുണ്ട്. അപ്പോൾ ആശാൻ ഇതാണ് കേട്ടോ, സിനിമയിൽ പറഞ്ഞ സിമ്പിൾ ബട്ട് പവർഫുൾ, ആ സാധനമാണ്. ചോറ് കടൻ്റെ ഒരു സ്പെഷ്യൽ മസാലയിൽ വരുന്ന 65 ആണ്. ഓക്കെ, മസാലയൊക്കെ നല്ല കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. സംഭവം ഉണ്ടോ, നല്ല സ്മൂത്ത് ചിക്കനാണ്ടോ, അടിപൊളി. ഇതിലൊരു ഹൈലൈറ്റ് സാധനം ട്രൈ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മളെ ചെറിയുള്ളി തവ, അതും കരിമീൻ്റെ, അതൊരു സ്പെഷ്യൽ സാധനമാണ്. ഇതില് വെറൈറ്റി ആയിട്ട് എന്ത് തരാന്ന് പറഞ്ഞപ്പോൾ ഷെഫ് പറഞ്ഞത് പറഞ്ഞാൽ എന്നാൽ നമുക്ക് കരിമീനിൽ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനമാണ്. ഇതിപ്പോൾ നിങ്ങൾ ഈ നെയ്ച്ചോറിൻ്റെ സെറ്റിൽ വരുന്നത് ഈ കരിമീനിൽ തന്നെയാണോ കൊടുക്കുന്നത്? ഓക്കെ, ചെറിയുള്ളിയൊക്കെ ഇടിച്ച സാധനം ഇതിൽ. ഇതിൻ്റെ മസാല മാത്രമായിട്ടൊന്ന് കഴിച്ചോ. അയ്യോ, നല്ല നാടൻ ചെറുള്ളിയൊക്കെ ഇങ്ങനെ ഇടിച്ച് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഇത് ഞങ്ങൾ എല്ലാത്തിലും നല്ല ക്രീമി സാധനം തന്നെയാണോ? ഓക്കെ, എല്ലാ ഡിഷിലും എല്ലാ ക്യൂസീനിലും എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ക്രീമി ടേസ്റ്റാണ്. അതായത് നെയ്ച്ചോറിന് ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതുണ്ടോ നല്ല അടിപൊളി, നല്ല വെന്ത്, നല്ല ഇതിൻ്റെ മീറ്റ് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് മീറ്റാണ്, കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, നമുക്ക് ഇവിടെ വരുന്ന ചില ആൾക്കാർ പൊതുവെ എല്ലാവരും ബീഫും ചിക്കനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അത് പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ഈ കോമ്പിനേഷനിൽ വരുന്ന ഇതിൽ സീ ഫുഡിൻ്റെ മാത്രമായിട്ട് ഫുള്ള് സെറ്റ് കൊടുക്കും. ഇപ്പോൾ എത്ര ഐറ്റം ഉണ്ട്? 1, 2, 3, 4, 5 ഐറ്റം ഉണ്ട് അല്ലേ? 5 ഐറ്റം പ്ലസ് ഒരു പുഴുങ്ങിയ മുട്ട പ്ലസ് 2 ടൈപ്പ് കറി. അതാണ് ഈ ഫുള്ള് സെറ്റ് വരുന്നത്. സൽക്കാരം, അതായത് പുയ്യാപ്പിള വയറ് നിറച്ച്, പുയ്യാപ്പിള സൽക്കാരത്തിന് പോയാൽ വയറ് നിറച്ച് കഴിക്കുക, അതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഈ സാധനം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. ഓക്കെ, അപ്പോൾ ഇത് കഴിക്കട്ടെ. ഏതാണ്? കരിമീൻ. ഇപ്പം എത്ര ആൾക്ക് കഴിക്കാൻ പറ്റും നമുക്ക്? ഈ ഒരു സെറ്റ് വാങ്ങിയാൽ എത്ര ആൾക്ക് കഴിക്കാൻ പറ്റും? അവർക്കുള്ളതും ഉണ്ട്. ഓക്കെ, വരുന്ന ഈ സൈഡ് ഡിഷ് ഉണ്ടോ? ഈ സൈഡ് ഡിഷ് ലിമിറ്റഡ് സാധനം ഉണ്ടാവുള്ളൂ. അത് കൂടാണ്ട് ഇതിൻ്റെ കറികൾ 2 ടൈപ്പ് കറികളുണ്ട്. അത് അൺലിമിറ്റഡ് ആണ്. കറി അൺലിമിറ്റഡ് ആണ്. പിന്നെ പപ്പടം അൺലിമിറ്റഡ് ആണോ? പപ്പടം അൺലിമിറ്റഡ് ആണ്. ഈ കരിമീൻ്റെ മസാല ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ച് നല്ല സ്പൈസിയാണ്. മുളക് ചതച്ചത്, അതായത് റെഡ് ചില്ലി ചതച്ചത്, പിന്നെ ചെറിയുള്ളി, പിന്നെ കരിവേപ്പില, പച്ചമുളക്, ആ കാര്യങ്ങളൊക്കെ സെറ്റ് അവരെ സ്പെഷ്യൽ മസാലയാണിത്. ബീഫ് എൻ്റെ ഫ്രണ്ട് കൂടെ കഴിക്കാൻ വന്നിട്ടുണ്ട്. അവനും കൂടി ബീഫ് അവൻ ട്രൈ ചെയ്തിട്ട് പറയും. ഞാൻ എല്ലാം കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയും തള്ളുകയാണ്.
അപ്പോൾ ആ തള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ ട്രൈ ചെയ്യും. ഓക്കെ, അടുത്ത നമ്മൾ സ്പെഷ്യൽ ഒരു സാധനം ഇത് കണ്ടോ, നല്ല ക്രീമി മസാലയാണ് ഇതിൻ്റെ മേലുള്ളത്. ഇത് മാന്തളിൽ നമ്മൾ ഏതാ ചെയ്തത്, അതായത് വൈറ്റ് പെപ്പറിൽ, അതായത് കൂടുതൽ റെഡ് ചില്ലി അല്ലെ റെഡ് സ്പൈസി ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ നല്ല വയറിനൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ മാന്തൾ വൈറ്റ് പെപ്പർ തവ കേട്ടോ. നല്ല ക്രീമിയാണ്, ജ്യൂസിയാണ് കണ്ടോ. പിന്നെ മാന്തൾ കണ്ടോ, സോഫ്റ്റ് മീറ്റാണ്, മുള്ളൊന്നും അധികം ഇല്ലാത്ത ഒരു മീനാണ്. അപ്പോൾ എല്ലാവർക്കും വന്ന് ട്രൈ ചെയ്യാം കണ്ടോ. സെറ്റിൽ വരുന്ന നെയ്ച്ചോറ് അതിൻ്റെ കൂടെ തന്നെ ബീഫിലാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നല്ല തേങ്ങ അരച്ച ബീഫ് കറിയാണ്, നല്ല ബീഫ് കറി. ഓക്കെ, ജെനുവിൻ ടേസ്റ്റ് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേ. വറുത്തരച്ച ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നുണ്ട്, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് അല്ലേ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല ബീഫിൻ്റെയാണ്, ബീഫ് ഫ്രൈ. സെയിം ഫീൽ അല്ലേ, ജെനുവിൻ റിവ്യൂ അല്ലേ, ആൾക്കാർക്ക് വന്ന് ട്രസ്റ്റ് ചെയ്ത് കഴിക്കാലോ. ആ അല്ലെ നമ്മളെ കമന്റ് ബോക്സിൽ ചീത്തേനെ കൊണ്ട് അഭിഷേകം നടത്തല്ലേ, അല്ല പിന്നെ. ഓക്കെ, അപ്പോൾ എൻജോയ്. ഓക്കെ, ഉള്ളിലും പുറമേ ആയിട്ട് നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടുന്ന് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ പുയ്യാപ്പിള സൽക്കാരാണ്. അപ്പോൾ ഇവിടുത്തെ പുയ്യാപ്പിള സൽക്കാരത്തിൽ ഒരുവിധം നെയ്ച്ചോറ് കടൻ്റെ എല്ലാ ഐറ്റങ്ങളും അടങ്ങിയ സെറ്റ് ആയതുകൊണ്ടാണ്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ സെറ്റ് ഓർഡർ ചെയ്തത്. അതല്ലാണ്ട് തന്നെ നെയ്ച്ചോറും ബീഫും കോംബോ അവൈലബിൾ ആണ്, അതുകൂടാണ്ട് ചിക്കനും അവൈലബിൾ ആണ് കോംബോ. അപ്പോൾ നിങ്ങൾക്ക് അത് മാത്രം മതിയെങ്കിൽ അത് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മാത്രമേ മുന്നോട്ട് പുതിയ പുതിയ വീഡിയോകളായിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പം കൂടുതൽ ലേറ്റ് ആയതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.